ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് വളരെ എളുപ്പത്തിൽ രണ്ട് ചേരുവ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. നിങ്ങളോട് ചോദിക്കും ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന്. അപ്പോൾ നമുക്ക് എന്താണെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നല്ലവണ്ണം ചൂടാവണം. ചൂടായതിന് ശേഷം ഞാനിപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് റവ ചേർക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഇത് വറുക്കാത്ത റവയാണ്. ഇതിനെ നമുക്ക് ഇന്ന് ചൂടാക്കി എടുക്കണം. അധികം കളറൊന്നും മാറാതെ നല്ലൊരു മണം വരുന്നില്ല, അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. റവക്ക് നല്ലൊരു മണം ഒക്കെ വരുന്നുണ്ട്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണും താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി. ഇതിന് പകരം നിങ്ങൾക്ക് കളർ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ മഞ്ഞളാണ് ചേർത്തിട്ടുള്ളത്, കളർ ചേർക്കുന്നില്ല. ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതേപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം 2 സ്പൂണ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ 2 സ്പൂണ് ചേർത്തിട്ടുള്ളത് ഈ സ്പൂണിന്. എന്നിട്ട് നമുക്ക് മിക്സാക്കിയതിന് ശേഷം ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കണം. ഇതിലോട്ട് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് അതേ കപ്പിൽ തന്നെ 1 കപ്പ് പാൽ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പാലൊഴിക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഡ്രൈ ആയി പോവും. മിക്സാക്കിയതിന് ശേഷം നമുക്ക് തീ ഒരല്പം കൂട്ടിക്കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് ഉറച്ച് കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും ഈ പാൽ എത്തുകയും ചെയ്യും. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടപ്പെടും തീർച്ചയായും. ഞാൻ തന്നെ ഗ്യാരണ്ടി പറയുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് പാലൊന്ന് ഉറക്കുന്നത് വരെ ഒന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. കണ്ടല്ലോ, കുറച്ചൊക്കെ കട്ടിയായി തുടങ്ങുന്നുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് മൈദപ്പൊടി അത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടകളില്ലാതെ വേണം ഇളക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി പാലൊക്കെ വറ്റിച്ചിട്ടെടുക്കാം. അപ്പോൾ നല്ലൊരു കട്ടിയുള്ള മാവായിട്ട് നമുക്ക് കിട്ടും. കണ്ടല്ലോ, പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് നെയ്യും കൂടി ചേർക്കാം. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇതൊന്ന് പാനിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് നെയ്യ് ചേർത്തത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഓയിൽ ചേർത്താലും മതി. ഇത് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോഴത്തേക്കും ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനായിട്ടാണ് മൂടി വെച്ച് കൊടുക്കാൻ പറയുന്നത്. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങാച്ചിരകി ചേർക്കാം. 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് 2 ടീസ്പൂണ് പാൽപ്പൊടി. പാൽപ്പൊടി കയ്യിലില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് പാൽ ചേർത്താലും മതി. ഒരു 1/4 കപ്പിൽ കുറച്ച് താഴെ പാൽ കൂടി ചേർത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1 കപ്പിൽ കുറച്ച് താഴെ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ പറഞ്ഞു പാൽപ്പൊടി ഇല്ലെങ്കിൽ 1/4 കപ്പിൽ താഴെ പാലെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ തേങ്ങയും പഞ്ചസാരയെല്ലാം നല്ല രീതിയിൽ ഒന്ന് മെൽട്ടായിട്ട് കുറച്ച് കട്ടിയായി തുടങ്ങും. അതുവരെ നമുക്കിങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെ ബബിൾസൊക്കെ വന്നിട്ട് തിളക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ഈ സമയം വേണമെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയോ വാനില എസൻസോ ചേർക്കാം. ഞാൻ ഇപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. പാൽപ്പൊടി നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഇത് നമുക്കൊന്നും കൂടി വറ്റി തുടങ്ങുമ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മുടെ കോക്കനട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്രയും ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി നമ്മുടെ റവ എന്തായെന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കയ്യിൽ ഒരല്പം എണ്ണ ആക്കിയിട്ട് വരാം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ കുറച്ച് സാധ്യതയുണ്ട്. ഇത് വളരെ കുറച്ചാണ് ഓയിലാക്കിയിട്ടുള്ളത്. നമുക്ക് ഇതിൽ നിന്ന് ഒരു ബോളാക്കി മാറ്റണം. അങ്ങനെ എനിക്ക് 7 ബോളാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കൈ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഫില്ലിംഗ് ഉണ്ടല്ലോ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോക്കനട്ടിൻ്റെ, അത് നമുക്ക് ഇങ്ങനെ ഒന്ന് നീളത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. പുറത്ത് വരാത്ത രീതിയിൽ വേണം ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ ഈ ഷേപ്പ് നമുക്ക് കിട്ടും. ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങൾ ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയാലും മതി.
ക്രാക്കൊക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം ഇതേപോലെ ആദ്യം ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് വരാം. ഇതെല്ലാം ഞാനിങ്ങനെ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് സേമയാണ്, റോസ്റ്റഡ് സേമയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് ഇല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ടെടുത്താലും മതി. എന്നിട്ട് നമുക്ക് കൈവച്ചിട്ട് ഇതൊന്നും കൂടി പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്കും ഇതിലോട്ട് ഒന്ന് ഒട്ടിപ്പിടിച്ച് കൊടുക്കും. അപ്പം നിങ്ങളിത് കൂടുതൽ ഇത് ഡ്രൈ ആണെങ്കിൽ ഒരല്പം കയ്യിൽ വെള്ളമാക്കിയിട്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും ഈ സേമിയെല്ലാം ഒന്ന് ഒട്ടിപ്പിടിച്ച് വയ്ക്കും. ഇതിലേക്ക് എല്ലാം കൂടി ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ സേമിയയിൽ കരക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ചൂടാക്കാൻ വെക്കണം. അപ്പോൾ ഇതാ ഓയിലെല്ലാം ഒന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഒരു സൈഡ് ഗോൾഡൻ കളർ ആവുന്നതിന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് കളറാക്കി എടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം. ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കൂടെ ഒന്ന് കാണിച്ചു തരാം. നല്ല പുറമെ നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.